കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായ PM കിസാനെ കുറിച്ചിട്ടുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷനാണ് PM കിസാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആനുകൂല്യം ലഭിക്കുന്നതും ഇനിയും ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അതായത് മെയിനായിട്ട് ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലും മറ്റ് ചാനലുകളിലുമൊക്കെ കാണുന്നുണ്ട്. ഈ 6000 രൂപ 12,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു എന്നും പറഞ്ഞിട്ടൊരു ന്യൂസ്. അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു സംഭവമില്ല. അതായത് ഈ 6000 രൂപ തന്നെയാണ് നമുക്ക് ഇപ്പോൾ 3 ഗഡുക്കളായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ നിലവിൽ ഇത് വർധനവോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കേന്ദ്ര ബജറ്റിൽ, അതായത് ജനുവരി ഫെബ്രുവരി 2026 വരുന്ന ബജറ്റിൽ എന്തെങ്കിലും തീരുമാനം വന്നാലേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് മാറ്റമുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിലവിൽ അത് മാറ്റമൊന്നുമില്ല, ഇതുപോലെ തന്നെയാണ് തുടരുന്നത്. അപ്പോൾ ഈ പദ്ധതിയിൽ നമുക്ക് മുടങ്ങാതെ ഈ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ 3-4 വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ഈ പൈസ മുടങ്ങാതെ കിട്ടത്തുള്ളൂ. എന്നാലും ഞാൻ നിങ്ങളെ പറഞ്ഞു തരാം. അതായത് നമ്മുടെ ലാൻഡ് സീഡിങ് ചെയ്യണം, അതോടൊപ്പം തന്നെ ആധാർ ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം, അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ EKYC നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ PM കിസാൻ്റെ എമൗണ്ട് മുടങ്ങാതെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്കറിയാം 22ാമത്തെ ഗഡു വരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ കുറേ സംശയങ്ങൾ ചോദിച്ചതിന് പ്രകാരമാണ് നമ്മളിതൊന്നുകൂടെ ഈ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ 22ാമത്തെ ഗഡു ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ EKYCയും ഈ കാര്യങ്ങളും എല്ലാം ചെയ്യണം. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് 2026 ജനുവരി മുതൽ കർഷക ID ലഭിക്കുന്ന കാര്യം. അത് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകൾക്കാണ് മുൻഗണന കൊടുത്ത് കേന്ദ്ര സർക്കാർ അത് പ്രാബല്യത്തിൽ വരുത്തുന്നത്. അപ്പോൾ PM കിസാൻ ജനപ്രിയ പദ്ധതിയിൽ നമുക്കറിയാം 21 ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് 42,000-ഓളം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ലഭിച്ചു കഴിഞ്ഞു. ഇനി ഇവർ 22ാമത്തെ ഗഡു നമുക്ക് മുടങ്ങാതെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിർബന്ധമായി ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ പുതിയ രജിസ്ട്രേഷൻ സംബന്ധമായിട്ട് നിരവധി ആളുകൾ നമ്മുടെ സെൻറ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അറിവിലേക്കായി ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, പുതിയ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നിലവിൽ 18-19 മുതൽ നമുക്ക് സ്ഥലം കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 18-19 നിങ്ങളുടെ പേരിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ അതിനകത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് സൈറ്റിൽ. അത് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്കത് പുതിയതായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഇതിനകത്ത് പറയുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് ആളുകളുടെ, അതായത് പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവരുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് 1-2 കേസുകളിലാണ്. ഒന്ന്, അവരുടെ ആധാർ ലിങ്ക് ചെയ്യാതെ കിടക്കുകയായിരുന്നു. 2-3 കേസുകൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ചില ആളുകളുടെ EKYCയുടെ പ്രോബ്ലം വരുന്നുണ്ട്. ചില ആളുകൾ ഈ പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നിലവിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസമെങ്കിലും എടുക്കും ഇതിനകത്ത് ഇത് അപ്ഡേറ്റ് ആകുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയും ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.